ആരും കയറാത്ത വഴികളോടെ ഞങ്ങൾ വഴികൾ വെട്ടി 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 വഴി ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നിന്നറിയോ? കൽപ്പേനി ചെറിയ ഐലൻഡിൽ ഫുള്ള് കാടാണ്. ഇതാ രണ്ടെണ്ണം പോകുന്ന കാണിച്ചു തരാം. ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞിട്ട് എനിക്കും പോകണം. അത് ചുമ്മാ ഇതല്ല, നല്ല റിസ്കിയാ പറയുമ്പോഴല്ല. ഞാൻ പെട്ടു. ഞാനിവിടെ ഉണ്ട്. ഷാനു ഉണ്ടല്ലോ വൈ വെട്ടി വെട്ടി ഈ കമ്പ് കഷ്ണങ്ങളെല്ലാം വെട്ടി വെട്ടി താഴെ ഇടുന്നു. ഞങ്ങൾക്ക് വൈ ഒരുക്കുന്നു. ഒളിവിൽ പോകുന്നവരെ മാതിരി. ഞാനുണ്ട്. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങളൊരു കടമ്പ കടന്നു. അതേപോലത്തെ വഴിയാണ് കേട്ടാ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ഇരുന്നതിന്. എന്തൊക്കെയായിരുന്നു കാട്. ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചില നിമിഷങ്ങൾ. കടൽ കാണുന്നുണ്ട്. പക്ഷെ ആ വഴിയില് നമ്മളെങ്ങനെ പോവും? ഞങ്ങളൊരു പുതിയ വഴി ഉണ്ടാക്കിയിട്ട് പോവാണേ. അവൻ വെട്ടി വെട്ടി മുമ്പിൽ പോവും, ഞങ്ങൾ പിറകെ പോവും. ഇത് കണ്ണിയില്ല. ഇത് കടപ്പുറത്ത് സൈഡിൽ കാണുന്നത് കണ്ണിയാണ്. നമ്മളെ ലക്ഷദ്വീപിൽ ഇതിനെ കണ്ണി എന്ന് പറയും. പക്ഷെ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതാ ഇത് കടപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് കടൽക്കര ഭാഗത്ത്. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വെട്ടി 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 വരാം. ഫൈനലി ഞങ്ങളിവിടെ ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. കാട് തെളിച്ച് വഴിയുണ്ടാക്കി നമ്മളിതാ ബീച്ചിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓ, വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും. അവരൊക്കെ പോയാ? ബോട്ട് കയറിയിട്ടാ രണ്ടാൾക്കാർ? അങ്ങനെ പുറത്തിറങ്ങി ബീച്ചിലിറങ്ങി നല്ല കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ വഴിയില്ല. ഇങ്ങനെ ഈ കണ്ണിച്ചെടി ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കണം. അത് വെട്ടി വെട്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈ ജനവാസം ഇല്ലാത്ത നാട്ടിൻ്റെ ഒരു കൊച്ചു വിശേഷം.